നമസ്തേ, സ്വാഗതം ഫാബ്ലൈൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി, നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചത് അതിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ പറ്റും. പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ്, കസ്റ്റമേഴ്സിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് കണ്ടുകൊണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളോട് പറയാം കേട്ടോ. അപ്പം നമ്മൾ പുതിയൊരു ഐറ്റം വന്നിരിക്കുന്നു. നമ്മൾ റയോണിൻ്റെ 2 ടൈപ്പ് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടു. ഇന്ന് വേറൊരു ടൈപ്പ് റയോൺ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പ്രിൻസ് ആൻഡ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ. ഇങ്ങനെ വരുന്നു റയോൺ. എല്ലാം നല്ല ബിഗ് വിഡ്ത്തിലാണ്. 60 ഇഞ്ചോളം വീതി ഉണ്ടെന്നാണ്. 58 ഇഞ്ച് എന്ന് ഞാൻ പറയുന്നുള്ളൂ. 58 ഇഞ്ച്. നമ്മൾ അന്ന് കണ്ടതിൽ നമ്മൾ 2 ടൈപ്പ് കണ്ടു. ഒരു ഹെവി റയോൺ വിത്ത് ഫോയിൽ വരുന്നതും പിന്നെ കുറച്ചുകൂടെ ഒരു തിക്നെസ് കുറഞ്ഞത്. ഇതും ഒരു ഇൻ ബിറ്റ്വീൻ വരുന്നൊരു സംഭവമാണിത്. ഫോയിലില്ല. ഇങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്തിലാണ്. അത് ആ ഭാഗം അടിയിൽ കൂടെ പോയതുകൊണ്ട് എനിക്കത് ഫുൾ വിഡ്ത്തി കാണിക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം ഹെവി ബണ്ടിൽ അതുകൊണ്ട് പൊക്കാനും ഇങ്ങനെ വരുന്നു. നമ്മൾ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഹെവി അല്ല. ഇങ്ങനെ ആദ്യത്തെ അന്ന് നമ്മൾ കണ്ട അത്യാവശ്യം നല്ല ഹെവി മെറ്റീരിയലായിരുന്നു. ഇത് ഇൻ ബിറ്റ്വീൻ വരുന്നതാണ്. അപ്പോൾ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാം. നൈറ്റ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ഇതാണ് കാണുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ. ഇങ്ങനെ കാണില്ലേ? അത് ക്ലിയർ അല്ലേ? 140 റുപ്പീസ് പെർ മീറ്റർ. റയോണിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് തരങ്ങളുണ്ട്. ഫോയിൽ വരുന്നത് അതിൻ്റെ തിക്നെസ്സിനനുസരിച്ച്, അതിൻ്റെ മിക്സ് അനുസരിച്ച്, ചെറിയ കോട്ടൺ മിക്സോടെ നമ്മൾ പ്യുവർ റയോൺ ഇനി ഓരോ വെറൈറ്റി ഞാൻ കൊണ്ടുവരും. അതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം ഓരോന്ന് കേട്ടോ. അപ്പോൾ ഇതിന് 58 ഇഞ്ച് എടുത്ത് 140 റുപ്പീസ് പെർ മീറ്റർ, 140 രൂപ റയോണിൽ വരുന്നു. അങ്ങനെ നല്ല സുഖമുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ നമ്മൾ ഏത് റയോൺ ആണെങ്കിലും ചിലതിന് ഷ്രിങ്കേജ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. കുറച്ച് തുമ്പും ലെങ്ത്തൊക്കെ കുറച്ചൊന്ന് കൂട്ടിയിട്ടോളൂ. ചില റയോണിൽ ഞാനിതിപ്പോൾ ഫ്രഷ് സ്റ്റോക്ക് വന്നിട്ട് ഇതിൻ്റെ ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചില റയോണിന് വരാറുണ്ട്. പക്ഷെ കണ്ടിട്ട് ഒരുപാട് കുറച്ച് അടുപ്പുള്ള പോലെ ഉണ്ട്. നല്ല ഒരുപാട് തിക്കല്ല. അപ്പോൾ ഇങ്ങനെ വരുന്നു. 58 ഇഞ്ച് എടുത്ത് ഉപയോഗിക്കാൻ വളരെ സുഖമുള്ള ഫാബ്രിക്കാണ്. 140 റുപ്പീസ്. അപ്പോൾ അത് ടോപ്പായിട്ട് എടുക്കുന്നവർക്ക് ഇനി ബോട്ടത്തിന് വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ പോപ്ലിൻ മെറ്റീരിയലാണ്. പീച്ച് കളറ്. 44 ഇഞ്ച് വിഡ്ത്ത്, 36 ഇഞ്ച് വിഡ്ത്ത് ഇങ്ങനെ വരുന്നു. 100 റുപ്പീസ്. അതിൻ്റെ കൂടെ നമ്മൾ കോട്ടൺ ബുട്ട കാറ്റഗറിയിൽപ്പെട്ട ഒരു ജക്കാർഡ് ടൈപ്പ്, കോട്ടൺ ജക്കാർഡ് എന്ന് പറയാം. ഇങ്ങനെ വരുന്നു. ഈ ഒരു മെറ്റീരിയൽ പീച്ച് കളറിൽ. അപ്പോൾ അതിൻ്റെ അകവശം പുറത്ത് വശം ഇതങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ ഈ ത്രെഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും. ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്യാം. രണ്ട് ലുക്കാണ്. അപ്പോൾ ഇതിന് റയോണിൻ്റെ കൂടെ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ കോട്ടൺ ഇന്നർ മോഡൽ പോലെയോ അല്ലെങ്കിൽ പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് റയോൺ കൊണ്ടൊരു പലാസോയും ഇതുകൊണ്ട് ടോപ്പും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് 44 ഇഞ്ച് വിഡ്ത്ത് വരുന്നു. 180 റുപ്പീസ് പെർ മീറ്റർ, 180 രൂപ അങ്ങനെ വരുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും മെറ്റീരിയൽ വേണ്ടവർ അതാത് മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 3 നമ്പർ ഉണ്ടാവും. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം അയയ്ക്കുക. അപ്പോൾ എത്ര മീറ്റർ ആണെന്നോട് ഒപ്പം പറയുക. ഇത് ജസ്റ്റ് എൽഫാബിൻ്റെ കോട്ടൺ ദുപ്പട്ടേനെ എടുത്തതാണ്. ഇത് പിങ്കാണ്, പീച്ചല്ല. പീച്ച് ദുപ്പട്ട ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ട് വിചാരിച്ചിട്ട് കോട്ടൺ ദുപ്പട്ടയാണ്. 280 റുപ്പീസ് പെർ പീസ്, 280 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതങ്ങനെ. ഇനി അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല പ്ലസൻറ്റ് ഗ്രീൻ ഷെയ്ഡിൽ, ഒരു ഒലിവ് ഗ്രീനും പേസ്റ്റൽ ഗ്രീനും എല്ലാം കൂടെ കൂടിയ ഇങ്ങനെ വരുന്നു റയോൺ. നമ്മൾ നേരത്തെ കണ്ട സെയിം ഡിസ്ക്രിപ്ഷൻ, അതേ ടൈപ്പ് ഫാബ്രിക്ക്. തിക്നെസ്സൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ വരുന്നു. 58 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ, 140 രൂപ. 58 ഇഞ്ച് വീതി ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ ക്രോസ് കട്ടിങ്ങോ നോർമൽ ടോപ്പോ ലൈനോ ഒക്കെ ചെയ്യാൻ നല്ലതാണിത്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ കൂടെയുള്ള ശിങ്കിടികളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ലൈറ്റ് പീച്ച് ബോട്ടം ആണെങ്കിലും ചേരും, ഒലിവ് ഗ്രീൻ ബോട്ടം ആണെങ്കിലും ചേരും കേട്ടോ. ഇങ്ങനെ വരുന്നു. കോൺട്രാസ്റ്റ് ബോട്ടം യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ലൈറ്റ് പീച്ച് പോലത്തെ ഒരു ബോട്ടം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ വന്നേക്കുന്ന ഒരു സുന്ദരി ഹക്കോബ ടൈപ്പ്. ഇതെന്ന് വെച്ചാൽ ഓൾ ഓവർ ത്രെഡ് വർക്കാണ്. ഹോൾസ് ഇല്ല, കട്ട് വർക്ക് ഇല്ല. സിമ്പിളായിട്ട് ഒരു പ്ലെയിൻ ടോപ്പ് ചെയ്യണമെങ്കിൽ തന്നെ മോഡലൊന്നുമില്ല ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല റയർ കളറാണ്. അപ്പോൾ മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു. ഇതിനിപ്പം മിസ്സാക്കിയിട്ട് പിന്നീട് ഞാനിത് ലാസ്റ്റ് പീസൊക്കെ ആകുമ്പോൾ ഞാൻ ടോപ്പ് തയ്ച്ച് വരുമ്പോൾ അന്ന് ഇത് വേണമായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. ഫുൾ ത്രെഡ് വർക്കാണ്. നല്ല ഫൈൻ എംബ്രോയ്ഡറിയാണ്. കോട്ടണിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. കളർ ക്ലിയർ അല്ല, കറക്റ്റ് കളർ വരുന്നില്ല പറഞ്ഞു. ഇതെന്ത് ഗ്രീനാണ് പറയുക? ആ ഒരു പേസ്റ്റൽ ഗ്രീനാണ്.
പിസ്ത ഗ്രീനും അല്ല, ആ ഒരു റയർ ഗ്രീൻ, അതിനൊക്കെ പേരുണ്ട്. ആ സുന്ദരി ഗ്രീൻ എന്ന് പറയും, പേരെനിക്കറിയാത്തതുകൊണ്ട്. കിട്ടുന്നുണ്ടോ കളറ്? കുറച്ചുകൂടെ ഇങ്ങനെ അടുത്തോട്ടൊന്ന് വന്ന് നോക്കിയേ, ഇതിൻ്റെ വർക്കൊന്ന് കാണിച്ചു കൊടുത്ത്. ചില കളർ അതാ നമുക്ക് ആ കറക്റ്റ് കളർ ക്യാമറയിൽ കിട്ടില്ല. ഇപ്പോഴോ ഇങ്ങനെ, ഈ സൈഡാണെങ്കിലോ ഇങ്ങനെ വരും. ഇങ്ങനെയാണെങ്കിലോ ലോങ് വ്യൂവിലോ. നിങ്ങൾ കളറിനി ക്ലിയർ ആയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അവരോടൊന്നൊരു ഫോട്ടോ വിട്ടുതരാൻ പറഞ്ഞു നോക്കട്ടെ. എന്നാലും എന്താ അറിയോ, ചില കളേഴ്സ് നമ്മൾ ഈ ഓരോ ഫോണിൻ്റെയും സെറ്റിങ്സ് അനുസരിച്ചും ഒക്കെ നമ്മൾ മാക്സിമം കളർ കിട്ടിയോ, കളർ ക്ലാരിറ്റി ഉള്ള ഇൻസ്ട്രുമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അതിന് ബ്രൈറ്റ്നെസ് ഒന്നും കൂടുകയും കുറയ്ക്കുകയും ചെയ്യാതെ. എന്നാലും ചില കളറിന് അങ്ങനെയാണിത്. കിട്ടിയോ ഈ കളർ? അപ്പോൾ ഇതിന് 58 ഇഞ്ച് ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. 280 റുപ്പീസ്, 280 രൂപ. നല്ല തിക്ക് ഹെവി കോട്ടൺ ആട്ടോ. നിങ്ങൾക്ക് കാണാം, ഇത് പ്രീമിയം കോട്ടണിലാണ് ഈ ഫുൾ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു 1.25 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ചെയ്യാൻ പറ്റും. 2 മീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സഫീഷ്യൻ്റ് ആയിട്ട് ടോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റയോണിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇനി ഭാവനയ്ക്കനുസരിച്ച് കോട്ടൺ ഇന്നർ മോഡൽ പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഇങ്ങനെ കോമ്പിനേഷൻ ആക്കിയിട്ട് അങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ ഇത് 140, 280. ഇനി അതിന് ബോട്ടം ചെയ്യാനാണെങ്കിൽ ഇതാ, ഇതിനല്ല ബോട്ടം, ഇതിന് ബോട്ടം അല്ല, ഇതിന് ഈ റയോണിന് ബോട്ടം പോപ്ലിൻ മെറ്റീരിയൽ 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ അങ്ങനെ. ഇനി ഇതിൻ്റെ കൂടെ ആ ഒരു കളറിൽ ഒരു സംഭവം കാണുന്നത് നമ്മുടെ കോട്ടൺ സ്ലബ്, നമ്മൾ എവർ ഹിറ്റ് മെറ്റീരിയൽ, സമ്മറൊക്കെ വരുമ്പോൾ ഏറ്റവും സുഖമുള്ള മെറ്റീരിയൽ കോട്ടൺ സ്ലബ്. കോട്ടൺ സ്ലബിലും നമ്മളിതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ തോതിൽ ശ്രിങ്കേജ് ഉണ്ടാവും, ശ്രദ്ധിക്കണം. സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. വളരെ കംഫർട്ടബിളായ മെറ്റീരിയലാണ്. ലൈനിങ് വേണം. ടോപ്പ് ചെയ്യാനാണ് നല്ലത്. ബോട്ടം ചെയ്യാനും സെയിം കളർ കിട്ടാൻ വേണ്ടി ബോട്ടം ചെയ്യാനും ചെയ്യാറുണ്ട്. പക്ഷേ ബോട്ടത്തിന് നമ്മളൊരു കനം കുറഞ്ഞ ലൈനിങ് വെക്കണം. ഇത്രയാണ്. ഇത് ഉണ്ടോ, ട്രാൻസ്പെറൻ്റ് ആണ്. ചിലരിപ്പോൾ എ ലൈൻ ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം. ഇനി അല്ലെങ്കിൽ പലാസോ ടൈപ്പൊക്കെ അങ്ങനെ ലൈനിങ് ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. നോർമലി ഇത് ലൈനിങ് വെച്ചിട്ടാണ് നല്ലത്. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. കോട്ടൺ സ്ലബ് ഉപയോഗിക്കാൻ വളരെ സുഖമുള്ളൊരു മെറ്റീരിയലാണ് കോട്ടൺ സ്ലബ്. കോട്ടൺ സ്ലബ്, റയോൺ എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ നല്ലൊരു ഫൈൻ കാറ്റഗറിയാണ്. ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ കംഫർട്ടബിളാണ്. അപ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ. ഇനി അതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു ദുപ്പട്ട, ഇതിന് കോൺട്രാസ്റ്റ് പീച്ച് ദുപ്പട്ട വേണമെങ്കിൽ, ഇത് കോട്ടൺ ദുപ്പട്ടയാണ്. എൽ ഫാബിൽ ഇങ്ങനെ വരുന്നത്. എം ഫാബ് അല്ല, എൽ ഫാബാണ്. ഇങ്ങനെ വരുന്നു. 280 റുപ്പീസ് പെർ പീസ്, 280. 2.25, 2.25 മീറ്ററൊക്കെ ലെങ്ത് ഉള്ളൂ കേട്ടോ. 2.20, 2.25 വരും. ടസൽസും കൂടെ കൂടുമ്പോൾ 2.25 വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി ഒരു ദുപ്പട്ടയും കൂടെ, ഈ ഒരു ഗ്രീനും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഗ്രീനാണ്. ഇനി ഇതുണ്ടോ, ഇതിനോടൊന്നും ചേരുന്ന ഗ്രീൻ അല്ല, പക്ഷേ ഞാൻ ഈ ഒരു കളർ എടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമാണെങ്കിൽ ആ ഒരു ഗ്രീൻ. 280, 200 കോട്ടനാണിത്. കോട്ടൺ ദുപ്പട്ട വിഡ്ത്തൊക്കെ നന്നായിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ റയോണിൽ വരുന്നിരിക്കുന്നത് അടുത്തൊരു കളർ. ഇതാ, എന്തൊക്കെ കളർ അതിൽ നിന്ന് പറയാൻ പറ്റില്ല എനിക്ക്. പേസ്റ്റൽ ഗ്രീൻ ഉണ്ട്, ഒരു പേസ്റ്റൽ യെല്ലോ ഉണ്ട്, ആ ഒരു സുന്ദരി ബ്ലൂ കളർ ഉണ്ട്. ആ ഒരു ബ്ലൂവിൻ്റെയും ആ ഒരു വയലറ്റ് അല്ല, ആ ഒരു ഗ്രേ ആൻഡ് ബ്ലൂ ഒരു കോമ്പിനേഷൻ വരുന്ന ആ ടൈപ്പ് കളറാണ്. നല്ലൊരു റയർ കളറാണ്. ഇതിൽ 4 കളേഴ്സ് വന്നിരിക്കുന്നത്. നല്ല കോമ്പിനേഷൻ, നല്ല റയർ കോമ്പിനേഷനാണ്. നമ്മളെപ്പോഴും കാണാറുള്ളതിന് വ്യത്യസ്തമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തോളൂ. റയോൺ ഫാബ്രിക്കിന് വെയിറ്റ് ചെയ്തിരുന്നവരും ഉപയോഗിച്ചിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതെങ്ങനെ വരുന്നു. 58 ഇഞ്ച് വിഡ്ത്ത്, 140, 140 രൂപ. റയോണാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ അതങ്ങനെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മറന്നു പോയ പിൻ ചെയ്തിടാൻ ഡ്രസ് കോഡുകാരുടെ 1-2 പേരുടെയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ചിലർ പിന്നെ ഇടണ്ടെന്ന് പറയും, എല്ലാവർക്കും ഓക്കെ അല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ മറന്നില്ലെങ്കിൽ ഇന്നതിൽ പിൻ ചെയ്തിടാം കേട്ടോ. ഡ്രസ് കോഡ് വേണ്ടവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണേ. വീഡിയോയിൽ കാണിച്ച മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിക്കോണമെന്നില്ല, എങ്കിലും നിങ്ങൾ പറയണം. ചിലത് നമുക്ക് എക്സ്ട്രാ ഉള്ള സ്റ്റോക്കുകൾ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ വരുന്നു. നെക്സ്റ്റ് അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ നമുക്ക് നമ്മൾ നേരത്തെ കോട്ടൺ സ്ലബ് കാണിച്ചില്ലേ, അതുപോലെ കോട്ടൺ സ്ലബിൽ ഈ ഒരു സെയിം വരുന്ന ബ്ലൂ കളറ്, ഇതും നമുക്ക് 44 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. ഇനി പ്ലെയിൻ ബോട്ടം കിട്ടാത്തവർക്ക് ഇത് ലൈനിങ് വെച്ചിട്ട് ബോട്ടം ആക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ കോട്ടൺ ഇന്നർ മോഡലൊക്കെ ചെയ്യാൻ, ഇന്നർ ചെയ്തിട്ട് കോട്ട് പോലെയൊക്കെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ്. എന്ത് ടൈപ്പിൽ വേണമെങ്കിലും പാച്ച് വർക്ക് ചെയ്ത് കുർത്തിയൊക്കെ ചെയ്യാനും നല്ല മെറ്റീരിയലാണ്. ഇനി അതിൻ്റെ കൂടെ ഈ ഒരു കളറിലേക്ക് കോമ്പിനേഷൻ വരുന്നത് അങ്ങനെ, ഇത് കാംബ്രി കോട്ടനാണ്. 44 ഇഞ്ച് വിഡ്ത്ത്, 120, 120 രൂപ അങ്ങനെ വരുന്നു. ലൈൻസ് പാറ്റേണിൽ. ഇതുകൊണ്ട് ഇനിയിപ്പോൾ നൈറ്റ് ഇതുകൊണ്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാം കേട്ടോ. അതങ്ങനെ ഇങ്ങനെ വരുന്നു. ഇനി റയോണിൽ നെക്സ്റ്റ് ലാസ്റ്റ് കളറ് നല്ല ഒരു യെല്ലോ, നല്ല ഹൽദി പർപ്പസിനൊക്കെ വാങ്ങേണ്ടവർക്ക് അതുമായി. ഒരു ലെമൺ യെല്ലോയും ഉണ്ട്, ഡാർക്ക് യെല്ലോയും ഉണ്ട്, ഒരു പേസ്റ്റൽ ഗ്രീനും ഉണ്ട്, എല്ലാം കൂടെ കൂടിയൊരു കളറിലാണ് ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ കളർ ക്ലിയർ അല്ലേ, ഇങ്ങനെ വരുന്നു. അത്യാവശ്യം ഹെവി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉരുട്ടിയിടുന്നത്. ഇങ്ങനെ വരുന്നു. സെയിം വിഡ്ത്ത്, സെയിം പ്രൈസ്, 58 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ്, 140 രൂപ. അതിൻ്റെ തുമ്പ് കണ്ടില്ല, അതാണ് എടുത്താത്തത്.
റെഡിയില്ലാന്ന് തോന്നുന്നത്. അങ്ങനെ ക്ലിയർ അല്ലേ അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ലെമൺ യെല്ലോ നമുക്ക് ഹക്കോബയൊക്കെ എടുത്തവർക്ക് അതിൻ്റെ കൂടെയൊക്കെ എന്തെങ്കിലും പർപ്പസ് ഇന്നറൊക്കെ ആയിട്ട് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെ വരുന്നു. സ്കേർട്ട് ചെയ്യാനൊക്കെ നല്ലതാണ്. എംബ്രല കട്ടിങ്, സ്കേർട്ട് ക്രോസ് കട്ടിങ് ചെയ്യാനൊക്കെ നല്ലതാണ്. അതിൻ്റെ കൂടെ എക്സാക്റ്റ് ആ ബ്ലൂ ഈ ലൈറ്റ് യെല്ലോ ബോട്ടം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഡാർക്ക് എടുത്തേക്കുന്നത് കണ്ടോ. പക്ഷേ അങ്ങനെ എയർലൈൻ ടോപ്പ് ചെയ്യുമ്പോൾ ഡാർക്ക് ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഓക്കെ ആയവർക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്കിനി വരുമ്പോൾ നോക്കാം. അല്ലെങ്കിൽ ഇത് വരുന്നു. ഇതിന് നമുക്ക് 100 റുപ്പീസാണ്, 100 രൂപ. 36 ഇഞ്ചാണ് വിടുത്ത് വരുന്നത് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ കോട്ടൺ ബുട്ടയിൽ ഈ ഒരു യെല്ലോ, ഇനി ഇന്നർ ആൻഡ് മോഡലൊക്കെ ചെയ്യണമെങ്കിലൊക്കെ ഇത് 180 റുപ്പീസ്. 44 ഇഞ്ച് വിടുത്ത് കോട്ടൺ ബുട്ട ഫാബ്രിക്കാണ്. നമ്മൾ ആ ഒരു യെല്ലോ ഇതിനേക്കാൾ ജസ്റ്റ് ഡാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഏതെങ്കിലും മോഡലായിട്ടൊക്കെ ടോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതിൽ ലെമൺ യെല്ലോ കളറ് ദുപ്പട്ട എത്തിയിട്ടുണ്ട്. എൽഫാബിലാണത്. കോട്ടൺ ദുപ്പട്ടയാണ്. ഇങ്ങനെ വരുന്നു. 280 റുപ്പീസ് പെർ പീസ്, 280 രൂപ. പിന്നെ എംഫാബിൻ്റെ പ്രിൻറ്റഡ് ദുപ്പട്ട ചോദിച്ചവർക്ക് കുറച്ച് പീസ് എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരെണ്ണം ഞാൻ വിടുത്തി കാണിച്ചു. ജസ്റ്റ് ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു. ഇത് 2.3 മീറ്റേഴ്സൊക്കെയാണ് എംഫാബിലാണ് വരുന്നത്. കോട്ടൺ ദുപ്പട്ടയാണ്. 360 പെർ പീസ്, 360 രൂപ. നല്ല വിടുത്ത് ബ്രാൻഡാണ്, എംഫാബ് ബ്രാൻഡിൽ വരുന്നു. ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു. ബ്ലാക്കിൽ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ വരുന്നു. 360 പെർ പീസ്, 360 രൂപ. നെക്സ്റ്റ് വൈറ്റിൽ വരുന്നു. ഇങ്ങനെ ഇത് നമുക്കിപ്പോൾ ഒരുപാട് സ്റ്റോക്കില്ല. ഇനി ഉള്ളത് വേഗം കാണിച്ച് ഇഷ്ടമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇനി കോട്ടൺ സ്ലബിലെ പർപ്പിൾ കളർ ചോദിച്ച ആൾക്ക് അത് എത്തിയിട്ടുണ്ട്. നമുക്ക് റോൾ ചെയ്ത് വന്നത് ഇത്രയേ ഉള്ളൂ. ഡ്രസ് കോഡിന് ഇപ്പോൾ ജെൻസിന് കുർത്ത ചെയ്യാനും ഒക്കെ വാങ്ങാറുണ്ട് കോട്ടൺ സ്ലബ്. ഇത്രയാണ് തിക്നെസ് ഒരുപാടില്ല, പക്ഷേ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ഫോട്ടോ വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, അവരെ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നതാണിത്. 44 ഇഞ്ച് എടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ വരുന്ന കോട്ടൺ സ്ലബാണ്. അതും പർപ്പിൾ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ടോപ്പ്, അതിൻ്റെ കൂടെ ബോട്ടം വന്നേക്കുന്നത് ക്യാമ്പ്രിക് കോട്ടൺ. ഇങ്ങനെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. പ്ലെയിൻ ടോപ്പും പ്രിൻറ്റഡ് ബോട്ടും. എന്നിട്ട് ഈ പ്രിൻറ്റഡ് ബോട്ടം എടുക്കുന്നത് ഈ ക്യാമ്പ്രിക് തന്നെ നിങ്ങൾക്ക് ദുപ്പട്ടയ്ക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. 1.25 മീറ്റർ എടുത്തിട്ട് സെൻറ്റർ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ലെങ്ത് വൈസ് ജോയിൻ ചെയ്യുക. സെൻറ്ററിൽ ജോയിൻറ്റ് വരാതെ ആ ഒരു പീസിനെ രണ്ടാക്കിയല്ലോ നമ്മൾ, അതിനെ വീണ്ടും ഹാഫ് എടുത്തിട്ട് 2 എൻഡിലുമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. ക്യാമ്പ്രിക് കോട്ടൺ 44 ഇഞ്ച് എടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ ഇതിങ്ങനെ അത്രയായിരുന്നു ഇന്നത്തെ കൊച്ചു വീഡിയോ. നമുക്ക് വീണ്ടും ഒരുപാട് വീഡിയോകളുമായി ഇനിയും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.